ഞെട്ടിക്കുന്ന വാർത്തകളാണ് മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ബി.ജെ.പി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഒരു വമ്പിച്ച വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെ ഗുരുതരമായ തെരഞ്ഞെടുപ്പ് കണക്കുകളിലെ പൊരുത്തക്കേടും EVM നടത്തിപ്പിലെ തകരാറും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ മുതൽ എന്തിനേറെ പറയുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ വരെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ സമാന്തരമായി ബാലറ്റ് പേപ്പറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് മഹാരാഷ്ട്രയിലെ മാർക്കട്ട്വാടി ഗ്രാമം. ഈ ഗ്രാമത്തിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി മത്സരിച്ച NCP ശരത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ഉത്തം റാവു ജങ്കറിന് ലഭിച്ചത് വെറും 843 വോട്ടാണ്. ഇത് ഉത്തം റാവു ജങ്കറിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അതേസമയം ഇവിടെ കാര്യമായ യാതൊരു സ്വാധീനവുമില്ലാത്ത BJP സ്ഥാനാർത്ഥിയായ റാമിന് ലഭിച്ചത് 1003 വോട്ടുകളാണ്. അതായത് ഏകദേശം 200ഓളം വോട്ടിന് BJP ഈ ഗ്രാമത്തിൽ ലീഡ് ചെയ്തിരുന്നു. ഈ മാർക്കട്ട്വാടി ഗ്രാമം ഉൾപ്പെട്ട മാൽഷിറാസ് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചത് ഉത്തം റാവു ജങ്കറും NCP ശരത് പവാർ വിഭാഗവുമാണെങ്കിലും എങ്ങനെയാണ് തങ്ങളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ ഗ്രാമത്തിലെ ബൂത്തിൽ വോട്ട് കുറഞ്ഞത് എന്ന് അറിയണമെന്ന അവകാശം തങ്ങൾക്കുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഹാവികാസ് അഘാഡിയുടെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർക്കട്ട്വാടി ഗ്രാമത്തിൽ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പും അതിൻ്റെ പ്രക്രിയകളും തടയുവാനായി പ്രാദേശിക ഭരണകൂടവും ജില്ലാ ഭരണകൂടവും അവിടെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിക്കുകയും 50ഓളം സായുധ പോലീസുകാരെ വിന്യസിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതായത് ഇത്തരത്തിൽ ഒരു ബാലറ്റ് പേപ്പർ തെരഞ്ഞെടുപ്പ് മാർക്കട്ട്വാടി ഗ്രാമത്തിൽ അരങ്ങേറരുതെന്നൊരു നിർബന്ധം അവിടുത്തെ പ്രാദേശിക ജില്ലാ ഭരണകൂടങ്ങൾക്ക് BJP ഭരണകൂടങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അവിടെ നടക്കുന്ന നടപടികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മാർക്കട്ട്വാടി ഗ്രാമത്തിലെ ഈ പ്രതിഷേധം ഇതാദ്യമല്ല. കണക്കുകൾ പുറത്തു വന്ന പോളിംഗ് കണക്കുകൾ പുറത്തു വന്ന 23-ാം തീയതി തന്നെ മാർക്കട്ട്വാടി ഗ്രാമത്തിലെ ഗ്രാമവാസികൾ പ്രതിഷേധിച്ചിരുന്നു. കാര്യം BJPക്ക് അവിടെ കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ. അതിനു പുറമെ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ പരകാല പ്രഭാകർ ഒരു ഞെട്ടിക്കുന്ന കണക്ക് അദ്ദേഹത്തിന്റെ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം അതിലൂടെ ചൂണ്ടിക്കാണിച്ചത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട മറ്റാരും പുറത്തുവിട്ടതല്ല ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിലെ ഗുരുതരമായ പൊരുത്തക്കേടായിരുന്നു. അതിനെ ജാർഖണ്ഡുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് മഹാരാഷ്ട്രയോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു പരകാല പ്രഭാകർ തൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പരകാല പ്രഭാകർ പങ്കുവച്ച ആ ട്വീറ്റാണ്. ആ ട്വീറ്റിൽ പറയുന്നത് മഹാരാഷ്ട്രയിൽ എന്താണ് മാജിക് എന്നാണ്. അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് 5 മണിക്ക് വൈകിട്ട് പോളിംഗ് നടന്ന 20-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 58.22%. അതേസമയം അതേ ദിവസം രാത്രി 11:30 അന്തിമ കണക്ക് പുറത്തുവിടുമ്പോൾ അത് 65.02%. അതായത് 6.80% വ്യത്യാസം ഈ 1 മണിക്കൂർ പോളിംഗ് കൊണ്ട് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നു. ഇനി നമുക്ക് ജാർഖണ്ഡിലെ കണക്കിലേക്ക് വരാം. അതും പരകാല പ്രഭാകർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ജാർഖണ്ഡിലെ കണക്കുകൾ അദ്ദേഹം പുറത്തുവിട്ട ട്വീറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൽ പറയുന്നത് ഈ മഹാരാഷ്ട്രയോടൊപ്പം പോളിംഗ് നടന്ന 2ാം ഘട്ട പോളിംഗിൽ 5 മണിക്ക് പുറത്തുവിട്ട ഇലക്ഷൻ കമ്മീഷൻ കണക്കുകൾ പ്രകാരം 67.59 ആയിരുന്നു പോളിംഗ് ശതമാനം. എന്നാൽ 11:30 പുറത്തുവിടുന്ന അന്തിമ കണക്ക് പ്രകാരമോ അത് 68.45%. അതായത് വെറും 0.86% വ്യത്യാസം മാത്രമേ ജാർഖണ്ഡിൽ ഉണ്ടായിട്ടുള്ളൂ. ജാർഖണ്ഡിൽ ഈ 2ാം ഘട്ട പോളിംഗ് നടന്ന 38 മണ്ഡലങ്ങളിൽ വെറും 7 മണ്ഡലങ്ങൾ മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. എന്നാൽ മഹാരാഷ്ട്രയിലോ BJP ഭൂരിഭാഗം സീറ്റുകളും വിജയിച്ചു എന്ന് മാത്രമല്ല അതിൻ്റെ സഖ്യകക്ഷികളുടെ സീറ്റുകൾ കൂടി ചേരുമ്പോൾ ഏകദേശം 70%-ഓളം സീറ്റ് വിജയിച്ചത് BJPയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10 എന്ന സംഖ്യയിലേക്ക് തങ്ങളുടെ ടാലി എത്തിക്കാതെ കഴിയാതെ പോയ ഒരു പാർട്ടിയായിരുന്നു മഹാരാഷ്ട്രയിൽ BJP.
BJPയെ സംബന്ധിച്ചിടത്തോളം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെറും 9 സീറ്റുകളാണ് അവർക്ക് ലഭിച്ചത്. അവരുടെ സഖ്യകക്ഷികളായ ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാർ വിഭാഗവും ഒക്കെ വളരെ മോശം പ്രകടനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. ആ BJPയും അതിൻ്റെ സഖ്യകക്ഷികളും അതിൻ്റെ ചരിത്രത്തിൽ നേടാത്തത്രയും വലിയ ഒരു ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് ഒരു മാജിക് ആയിരുന്നു, പോളിംഗ് കണക്കിലെ മാജിക് ആയിരുന്നു എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് കൂടിയായ സാമ്പത്തിക വിദഗ്ധൻ പരകാല പ്രഭാകർ ആരോപിക്കുന്നത്. പരകാല പ്രഭാകർ വെറും ഒരു ട്വീറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം ഈ അടുത്ത് നൽകിയ വയറടക്കമുള്ള മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ ഈ ആരോപണം ആവർത്തിച്ചുന്നയിക്കുകയുണ്ടായി. അതായത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കുകളിൽ ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവിന് പോലും ഗുരുതരമായ സംശയങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. എന്നാൽ ദേശീയ മാധ്യമങ്ങളിൽ ഒന്നുപോലും ധനമന്ത്രിയുടെ ഭർത്താവ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും അത് വാർത്തയാക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ മലയാളത്തിലെ മാധ്യമങ്ങൾ ചെറിയ തോതിൽ ഈ മാർക്കറ്റ്വാടി ഗ്രാമത്തിലെ വോട്ടെടുപ്പിൻ്റെ വാർത്തകൾ നൽകുന്നുണ്ട്. വോട്ടെടുപ്പ് ഇന്നവിടെ നടക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാര്യം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ 50ഓളം സായുധ പോലീസുകാരെ ജില്ലാ ഭരണകൂടം അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, ഗ്രാമവാസികൾക്ക്, മഹാരാഷ്ട്രയിലെ സാധാരണക്കാരായ ഗ്രാമവാസികൾക്ക് പോലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ. എന്തായാലും ഇതാദ്യമായല്ല തെരഞ്ഞെടുപ്പ് കണക്കുകളിലോ EVMന്റെ നടത്തിപ്പിനെ കുറിച്ചോ ഒരു ആരോപണം ഉയരുന്നത്. മഹാരാഷ്ട്രയ്ക്ക് മുൻപ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വമ്പിച്ച വിജയം സ്വന്തമാക്കിയപ്പോൾ സമാനമായ നിലയിൽ EVMനെതിരെ ആക്ഷേപവുമായി കോൺഗ്രസ് പാർട്ടി രംഗത്ത് വന്നിരുന്നു. അതിനു മുമ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ പൂനം അഗർവാൾ എന്ന പ്രശസ്തരായ മാധ്യമപ്രവർത്തക ഈ 2019 പോലെ തന്നെ 2024 പോൾ ചെയ്ത കണക്കുകളും എണ്ണിയ കണക്കുകളും തമ്മിൽ ഗുരുതരമായ വ്യത്യാസമുണ്ടായിരുന്നു എന്ന് ആരോപിച്ചിരുന്നു. 145 പല മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട്, അത് ചിലയിടത്ത് 2 വോട്ടായിരുന്നു, ചിലയിടത്ത് 3000-ലേറെ വോട്ടായിരുന്നു, എണ്ണിയത് എന്ന കണക്ക് അവർ പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം ചില മണ്ഡലങ്ങളിൽ 16,000-ഓളം വോട്ട് പോൾ ചെയ്തതിനേക്കാൾ കുറവാണ് എണ്ണിയതെന്നും ഇതേ പൂനം അഗർവാളിൻ്റെ നേതൃത്വത്തിൽ വൈറൽ നൽകിയിരുന്ന ആ ലേഖനത്തിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇന്ത്യയിലെ ഇലക്ഷൻ സംവിധാനത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമല്ല ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവിന് പോലും നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കാൻ. എന്തായാലും മഹാരാഷ്ട്രയിലെ മാർക്കറ്റ്വാടി ഗ്രാമം EVMലേക്ക് ഇന്ത്യ തിരിയുമ്പോൾ ബാലറ്റ് പേപ്പറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി EVMലുള്ള അവരുടെ വിശ്വാസക്കുറവ് വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.